ഈ മുതലപ്പൊഴി മരണപ്പൊഴിയാകുന്ന കാഴ്ച കണ്ടതാണ്. ഇതിൽ ഈ മണൽ നീക്കം നടക്കാത്തത് പ്രശ്നം രൂക്ഷമാക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിലിപ്പോൾ മുതലപ്പൊഴിയിലെ പ്രശ്ന പരിഹാരത്തിന് പുതിയ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പൊഴിയിലെ മണൽ നീക്കം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഏറ്റെടുക്കുകയും പണം അദാനി ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നതാണ് ആലോചനയിലുള്ളത്. കാലാവധി നീട്ടി നൽകിയിട്ടും മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കാൻ അദാനി ഗ്രൂപ്പിന് കഴിഞ്ഞില്ലെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിയമസഭയിലാണ് മുതലപ്പൊഴിയിലെ പുതിയ നീക്കം മന്ത്രി സജി ചെറിയാൻ വെളിപ്പെടുത്തിയത്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ മുതലപ്പൊഴിയിലെ മണൽ നീക്കം പൂർത്തിയാക്കാത്തതിനാൽ അദാനി ഗ്രൂപ്പിനെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഡ്രഡ്ജിംഗ് നേരിട്ട് നടത്തി പണം അദാനി ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കാനാണ് ആലോചന. പുതിയ പദ്ധതി സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ്, വിസിൽ, ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച ചെയ്ത് റിപ്പോർട്ട് നൽകാൻ ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പണം നൽകി ചുമതല ഒഴിയുന്നതിനോട് അദാനി ഗ്രൂപ്പ് അധികൃതർക്കും താൽപ്പര്യമുണ്ട് എന്നാണ് വിവരം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കടലിലൂടെ കല്ല് കൊണ്ടുപോകാൻ അദാനി ഗ്രൂപ്പ് മുതലപ്പൊഴി ഉപയോഗിച്ചിരുന്നു. പ്രത്യുപകാരമായി പൊഴിയിലെ മണൽ നീക്കാനുള്ള ചുമതല സർക്കാർ അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഡ്രഡ്ജിങ്ങിന് കർശന നിർദ്ദേശം നൽകി 1 വർഷമായിട്ടും ജോലി പൂർത്തിയാകാത്തതിൽ അദാനി ഗ്രൂപ്പിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.